നമ്മൾ 8th CBSE ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് എങ്ങനെ 8th CBSE നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് നമ്മുടെ 8th നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ 10th അല്ലെങ്കിൽ +1 +2 ഒക്കെ കടക്കുന്ന സമയത്താണെങ്കിലും അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ പഠിച്ചതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ തന്നെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ പഠിച്ചാലാണ്, നമ്മൾ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയാലാണ് നമ്മൾ 8th CBSE നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് മക്കളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ പറയാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ മാത്സിനും അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള നമ്മുടെ സയൻസ് സബ്ജക്റ്റുകൾക്കുമാണ് അല്ലേ. അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകണം. അതായത് ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ നല്ല ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനി ഇത് മാത്രം ചെയ്താൽ മതിയോ? ഇത് മാത്രം പോരാ അല്ലേ. നമുക്കറിയാം നമ്മുടെ PYQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ ഏരിയയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഏരിയനെ, ആ ഒരു ചാപ്റ്ററിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ഒരു രീതി, അതായത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ഇതൊക്കെ നമുക്ക് ആ ഒരു PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ PYQs മാത്രം സോൾവ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല അല്ലേ. ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്ന എപ്പോഴാണ്, നമ്മൾ അതിൻ്റെ എക്സാം എഴുതുന്ന സമയത്താണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മളത് എന്താണ്, ആനുവൽ എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെയുള്ള ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. യോധ ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും നമ്മുടെ യോധ ബാച്ചിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ എങ്ങനെയാണോ ആനുവൽ എക്സാം ഒക്കെ ഉണ്ടാവുന്നത് സെയിം പാറ്റേണിലുള്ള എക്സാം ആണ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യോധ ബാച്ചിൽ എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളിത് യോധ ബാച്ച് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അവിടെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കെമിസ്ട്രി എടുക്കുകയാണ്. അപ്പോൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് വേണ്ട ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൾ ആൻഡ് പെട്രോളിയം എടുത്തു നോക്കിയാൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് എന്താണ്, ആ ക്ലാസ്സുകളിൽ ആ ചാപ്റ്ററിൽ പോയിട്ടുള്ള പാർട്ടുകളാണ് അല്ലേ. അപ്പോൾ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ആണ്, നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് DPP സെഷൻ കാണാം. അവിടെ നിങ്ങൾ ഓരോ ക്ലാസ്സിലും, അതായത് ഓരോ പാർട്ട് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി തരുന്ന MCQs ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാണുന്ന DPP PDF, അവിടെയാണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് കിടക്കുന്നത്. അതായത് ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ ചാപ്റ്ററിൻ്റെ, അതായത് ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അതേ പാറ്റേണിൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മാർക്സിനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 1 hour ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അവിടെ 4 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒക്കെ MCQs ആണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണോ ആനുവൽ എക്സാം വരുന്നത് അതിൻ്റെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഈ രീതിയിൽ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇതുപോലെയുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്ന സമയത്ത്, അതായത് ഓരോ ചാപ്റ്ററും കഴിയുന്ന സമയത്താണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യാണ്, തറോ ആയിട്ട് തന്നെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല എക്സാം എഴുതി നമുക്ക് പ്രാക്ടീസ് ആവുകയാണ്. അതുവഴിയുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ 8th CBSE വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുവരെയും നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമുക്കറിയാം അവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ, അപ്പോൾ ഇതൊക്കെ എനിക്ക് മിസ്സായോ എന്നുള്ളത്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമുക്കിതാ ഈ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് യോധ ബാച്ചിൽ കാണാം. ബൈ.